സുഹൃത്തുക്കളെ, ലോകത്തിലെ ഈ ചെറുപ്പക്കാർക്കിടയിൽ നടത്തിയ ഒരു സർവേ ലോകത്തിൽ ഈ രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഈ ഹേറ്റഡ് കൺട്രീസ് എന്ന് പറയുന്നത്. അതിനകത്ത് ക്രൈറ്റീരിയ ഒക്കെ ഈ പറയുന്ന പോലെ ആക്യുറേറ്റ് ആയിട്ടുള്ള പഠനമൊന്നുമല്ല. പക്ഷേ അതിനകത്ത് അവർ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അതിനകത്ത് ഉറപ്പായിട്ടും ആ രാജ്യങ്ങളുടെ താല്പര്യം, ഈ ലാസ്റ്റ് ഒരു വർഷം ഉള്ള കാര്യങ്ങളാണ് പൊതുവെ സർവേക്കകത്ത് ഉള്ള ക്വസ്റ്റ്യനെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതിനകത്ത് ഏറ്റവും ഒന്നാമതായിട്ട് വന്നത് ചൈനയാണ്. ചൈനയെ പറ്റി പറയുമ്പോൾ ചൈനയ്ക്ക് എന്നും ഒരുപാട് ശത്രുക്കളുള്ള രാജ്യമാണ്. ചൈന ആഗോളതലത്തിൽ അമേരിക്കയോടൊപ്പവും അമേരിക്കയെക്കാളും വലിയ ശക്തിയാണ് ഇന്ന്. കാരണം ലോകത്തേക്ക് മുഴുവനുള്ള സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുകയും വരികയും ചെയ്യുന്ന സ്ഥലമാണ് ചൈന. അപ്പം ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്, അവർക്ക് അത്രയും ഹേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ഒരു പ്രതികരണത്തിൽ നിന്നാണ് ഇത് വന്നത്. 2, അമേരിക്ക. ഉറപ്പായിട്ടും അമേരിക്ക ഉണ്ടാവുമല്ലോ. അമേരിക്ക ലോകത്തെ നയിക്കുന്ന രാജ്യമാണ്. അപ്പം അമേരിക്കയുണ്ട്. 3, ബ്രിട്ടനുണ്ട്. 4, റഷ്യ ഈ വർഷത്തെ ഈ ഹേറ്റഡ് രാജ്യങ്ങളിനകത്തുള്ള ഈ സർവേക്കകത്ത് വരാനുള്ള കാരണം ഈ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമാണ്. യുക്രൈൻ എന്ന് പറഞ്ഞ ഈ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. ഈ യുദ്ധത്തിന് ശേഷം എന്തുമാത്രം മനുഷ്യർ മരിച്ചു, അവർ തിരിച്ചുള്ള അവരുടെ ഫൈറ്റ്, അവരുടെ പിടിച്ചു നിൽപ്പ്, ഇതെല്ലാം നമ്മൾ കണ്ടു. അപ്പം അതിൻ്റെ ഒരു പ്രതികരണമാണ് റഷ്യയോടുള്ള ഈ പറയുന്ന ഒരു താല്പര്യമില്ലായ്മ. പിന്നെ പൊതുവെ വരാത്തതും ഈ തവണ ഉള്ളതുമായിട്ടുള്ള ഒരു രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേൽ എന്ന് പറയുമ്പം ഇസ്രായേൽ ലോകത്തിലെ പ്രത്യേകിച്ചും പല മതങ്ങൾക്കും വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ക്രിസ്തു മതത്തിനാണെങ്കിലും യൂതമതത്തിനാണെങ്കിലും ഇസ്ലാമുകൾക്കാണെങ്കിലും ഉറപ്പായിട്ടും വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. എന്നും വളരെ കലുഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇസ്രായേലും പലസ്തീനും ഒക്കെ. പക്ഷേ ഈ തവണ ഇതിനകത്ത് ഇസ്രായേൽ വരാനുള്ള കാരണം ഇസ്രായേലും ഈ പലസ്തീനും തമ്മിലുള്ള ഈ യുദ്ധമാണ്. യുദ്ധം തുടങ്ങിയതിൻ്റെ കാരണം എന്താണെങ്കിൽ തന്നെ, യുദ്ധം തുടങ്ങിയത് എങ്ങനെയോ, പക്ഷേ ഇന്ന് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്താണ്, പലസ്തീനിലെ ജനങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. പലസ്തീനിലെ ജനങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാത്തവരാണ്. യുദ്ധത്തിൽ ഈ ആയുധമെടുക്കുകയും ശക്തരായിട്ടുള്ള ആളുകൾ പരസ്പരം യുദ്ധം ചെയ്യും. ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് അവിടെയുള്ള ഈ പലസ്തീനിലുള്ള ഈ നിരാലംബരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അല്ലെങ്കിൽ തീരെ ഒരുപാട് പ്രായമുള്ളവരും അല്ലാത്ത സ്ത്രീകളും ഒക്കെയാണ്. ഇപ്പം അവർ പലായനം ചെയ്ത് അവർ ഓടി അവർ മടുത്തു. അപ്പം അവരുടെ താമസ സ്ഥലം മുഴുവൻ പോയി, അവരുടെ സ്കൂളുകൾ പോയി, ആശുപത്രി ബോംബിട്ട് തകർത്തു. അപ്പം ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു പ്രതികരണമാണ് ഈ പറയുന്ന പോലെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ തന്നെയാണ് ഈ സർവേകൾ നടന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു പ്രതികരണം തന്നെയാണ് അവർ ഈ സർവേയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഈ ലിസ്റ്റിനകത്ത് ഇല്ലാത്ത രാജ്യങ്ങൾ, ഇന്ത്യയുടെ പേരില്ല. ഇന്ത്യയിൽ ഈ പലതര ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യ ഒരു വെറുക്കപ്പെട്ട രാജ്യമൊന്നും അല്ല എന്നതിനകത്തില്ല. ഓസ്ട്രേലിയ ഇല്ല. ഓസ്ട്രേലിയ ഒക്കെ നല്ല രാജ്യങ്ങളിനകത്തുള്ളതാണ്. ഓസ്ട്രേലിയയൊക്കെ ജീവിക്കാൻ ഈ പറയുന്ന പോലെ ജീവിത ചെലവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ വാർത്തകളിലുണ്ടെങ്കിലും, പക്ഷേ സമാധാനപൂർണ്ണമായിട്ടുള്ള അതും ആളുകൾക്ക് വെറുപ്പില്ലാത്തതുമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ആൾക്കാർ ജീവിക്കുന്നത് ഫിൻലൻഡ്, ഐസ്ലൻഡ്, അതുപോലെ തന്നെ നമ്മുടെ സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളാണ്. അത് സ്ഥിരമായിട്ട് ഇവർ ഈ സമാധാനമായിട്ടും ഹാപ്പി ആയിട്ടും ജീവിക്കുന്ന കൺട്രികളിനകത്തുള്ളതാണ്. അതിൻ്റെ ഈ എത്തീസ്റ്റുകൾ, അതായത് മതമില്ലാത്ത ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങോട്ടൊരു ഈ രാജ്യങ്ങളിലൊന്നും അമിതമായിട്ടുള്ള മതത്തിൻ്റെ സ്വാധീനമില്ല, അതുകൊണ്ടാണെന്ന്. അതങ്ങനെ വിശ്വസിക്കേണ്ട, അത് ഒരു പ്രധാനപ്പെട്ട കാരണമായിരിക്കും. പക്ഷേ അതല്ല, ആളുകൾ തമ്മിലുള്ള ഈ കാലുഷ്യം കുറവാണ്. അത് തന്നെയാണ് അതിൻ്റെ കാരണം ഈ സർവേനകത്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വരുന്ന വർഷം ഈ പറയുന്ന പോലെ വളരെ ഈ തവണത്തെ പോലെ ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ടുള്ള ഈ അസമാധാനം ലോകത്തിൽ, പ്രത്യേകിച്ചും ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഈ അസമാധാനം അതിനി വരുന്ന വർഷം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഈ
ഉള്ള ആളുകൾ ഹെയ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഇവർ പോട്ടെ, അവിടുത്തെ പ്രശ്നങ്ങളും മാറട്ടെ.